ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനത്തെ നമ്മുടെ മമ്മൂക്കയുടെ ടെർബോ റിലീസ് ആയിരുന്നു, കാണാൻ പറ്റിയില്ലായിരുന്നു. ഇന്നാണ് പോയി കണ്ടത്. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടെർബോയുടെ അനൗൺസ്മെന്റ് വന്നണം തൊട്ട് സത്യം ഞാൻ നല്ല വെയിറ്റിംഗിലായിരുന്നു ടെർബോ എന്ന മൂവി കാണാനാണ്. അതിന്റെ ട്രെയിലർ വന്നപ്പോഴായാലും നല്ല വെയിറ്റിംഗിലായിരുന്നു. നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പടത്തിനെ പറ്റി കുറച്ചൊക്കെ പറയാനുണ്ട്. അപ്പം പടം ഡയറക്ട് ചെയ്തേക്കുന്നത് വിശാഖാണ്. പടം ഡയറക്ട് ചെയ്തേക്കുന്നത്, സ്റ്റോറി എഴുതിയേക്കുന്നത് ഇമ്മാനുവൽ തോമസ് ആണ്. പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. പിന്നെ പടത്തിനകത്തും എനിക്ക് വലിയൊരു പോരായ്മകളായിട്ട് എനിക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ പേഴ്സണൽ ആയിരിക്കും പടം ഇഷ്ടപ്പെട്ട, ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ ഒരു ആ ഒരു രീതിയിലുള്ള പടമാണ്. എനിക്ക് പറയാനാണെങ്കിൽ ആദ്യം പറയാനുള്ളത്, സ്ക്രിപ്റ്റ് എനിക്ക് വലിയൊരു വാവ് ഫാക്ട് ഒന്നും പറയാൻ എനിക്കില്ല. സ്ക്രിപ്റ്റ് വൈസ് ചെയ്താണെങ്കിൽ, പക്ഷേ മേക്കിങ്ങും ആ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ച്, ഡയറക്ഷനും എല്ലാം വെച്ച് എസ്പെഷ്യലി നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു അഭിനയവും ആ ഒരു സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം വെച്ച് പടം ഈ രീതിയിൽ നിന്ന് സ്ക്രിപ്റ്റിനെ ഒരു പീക്ക് ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പടത്തിനകത്ത് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ടെങ്കിലും ഓൾമോസ്റ്റ് പടം നോക്കല്ലേ, ഫുൾ ടോട്ടലി എനിക്ക് പടം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് പേരുകളോ അല്ലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയത്തക്ക വിധമുള്ള കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യം ഇതിന്റെ എഡിറ്റിങ്. കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു എഡിറ്റിംഗ് ആണ് ഈ ചെയ്തേക്കുന്നത്. കാരണം ഒരു ഫുൾ നമുക്കത് ആ പടം കാണുമ്പോൾ മനസ്സിലാവും ആ എഡിറ്റർ നല്ല രീതിയിൽ അറിഞ്ഞ് വർക്ക് ചെയ്തൊരു പടം തന്നെയാണ് കേട്ടോ. അറിഞ്ഞ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റർ വരുമ്പോഴത്തേനും ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഷമീർ മുഹമ്മദ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുമ്പോഴത്തേനും ഇതിന്റെ സ്റ്റണ്ട് എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്നത് ഫീനിക്സ് പ്രഭു എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ഒന്നും പറയില്ല, ഫുൾ പറന്നടിയായിരുന്നു. ഏറെ നിന്നുള്ള അടികളാണ് ഇതിനകത്ത് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട മൂന്നാമത്തെ കാര്യമാണ് ഇതിന്റെ മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഒരു രക്ഷയില്ല. ക്രിസ്റ്റോ സേവർ എന്നാണ് പുള്ളിക്കാരനെ ചെയ്തേക്കുന്നത്. അപ്പം ക്രിസ്റ്റോ സേവർ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ അന്യായ സാധനം തന്നെയാണ്. എല്ലാം നല്ല അൾട്രാ രോമാഞ്ചിഫിക്കേഷൻ ആണ്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളാ ഒരു വേറൊരു മൂഡിലോ മൈൻഡിലോട്ട് പോവും. ആ ഒരു ലെവൽ സാധനമാണ്. മൊത്തം തീ സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. എടുത്തു പറയേണ്ട 2-3 പേരുണ്ട്. ഒന്നാമത്തെ ആള് നമ്മുടെ ബിന്ദു പണിക്കര്. ആ ഒരു പടം കണ്ടവർക്ക് മനസ്സിലാവും പടത്തിനകത്ത് എന്താണ് പുള്ളിക്കാരി എന്ന്. പിന്നെ നമ്മുടെ മെയിൻ കാരണം എല്ലാവരും, അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശബരീഷ് വർമ്മ ആയാലും എല്ലാവരും. പിന്നെ എസ്പെഷ്യലി പറയേണ്ടത് നമ്മളെ മമ്മൂക്ക. ഈ പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ നമുക്ക് ആ പടം കാണുമ്പോൾ തോന്നും പുള്ളിക്കാരൻ എത്ര വയസ്സ്, അതോ പുള്ളിക്കാരൻ ചെയ്ത് പ്രായം കുറഞ്ഞാണോ വരുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം ആ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും മെയ് വഴക്കോ ആയാലും നല്ലൊരു പുള്ളിയുടെ പ്രായം ഒന്നും ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് പുള്ളിക്കാരൻ നമുക്ക് കാണിച്ചു തരും ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന്. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് സീനൊന്നും ഒരു രക്ഷയില്ല. ഫൈറ്റ് സീൻ അത് എസ്പെഷ്യലി അവിടെ ആ ട്രെയിലറിൽ കാണിച്ച പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ആയാലും ബസ് ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഒരു പറയുമ്പോൾ തന്നെ പറഞ്ഞാൽ ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മമ്മൂക്കയുടെ ഡ്രൈവിംഗ് സ്കില്ലിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് കേട്ടോ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാർ ചേസിങ് സീനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് അതെന്ന്. അതിൻ്റെയൊക്കെ സത്യം ക്യാമറ മൂവ്മെന്റ്സ് ആണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ക്യാമറ മൂവ്മെന്റ്, നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് വിഷ്ണു ശർമ്മ. ക്യാമറ മൂവ്മെന്റ് ആണ്. ക്യാമറയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ എടുത്തു വെച്ചേക്കുന്നത്. നമ്മുടെ വില്ലന്റെ രാജ്വി ഷെട്ടി പുള്ളിക്കാരനും വന്നിട്ടുണ്ട്, കത്തിച്ചു വെച്ചിട്ടുണ്ട് പടം കണ്ടവർ ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലവർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചിലവർക്ക് ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫ് അടിപൊളി. എനിക്ക് ഓവറോൾ പടം ഇഷ്ടപ്പെട്ട്. പക്ഷെ നമ്മള് ഒരുപാട് അങ്ങ് ഇതാവരുത്. എന്റെ പടം എനിക്ക് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോയി എന്തായാലും കാണുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.